നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ലോകത്തിലെ നേഴ്സുമാരെ കുറിച്ചാണ്. ഞാനിപ്പോൾ ശരിക്കും ടയേർഡാണ്. കാരണം നിരന്തരമായ ഷൂട്ടിങ്ങും ഞാനൊരു സിനിമ ഷൂട്ട് ചെയ്ത് തീർത്ത് അതിൻ്റെയൊക്കെ കഥകൾ റിലീസായിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ പണ്ട് സിനിമയെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തിരുന്നല്ലോ. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് റിലീസായി കഴിയുമ്പോൾ ഇതിന് വരുന്ന ത്യാഗങ്ങളും പ്രശ്നങ്ങളും നന്മകളും നല്ലതും ദൈവാനുഗ്രഹവും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമൊക്കെ ഞാൻ ഓരോന്നായിട്ട് വിവരിക്കാം. അതിന് മുമ്പ് എഡിറ്റിംഗ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഷൂട്ടൊക്കെ തീർത്തു. അതിൻ്റെ ഒരു സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നഴ്സുമാരുടെ സമരത്തെക്കുറിച്ച് കുറേ വാർത്തകൾ കേട്ടു. അതാരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ നേഴ്സുമാരെ കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ കുറേ സംഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇല്ലാതെ ഞാനൊരു എപ്പിസോഡ് ഇപ്പം അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. നിങ്ങൾ നേഴ്സുമാരെ കുറിച്ച് ഈ ലോകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും എല്ലാ ഹോസ്പിറ്റലും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതൊക്കെ സൂപ്രണ്ടിൻ്റെ മെഡിക്കൽ കോളേജൊക്കെ. പക്ഷേ അവരൊക്കെ വാങ്ങുന്നതിൻ്റെ എത്രയോ കുറവാണ് നേഴ്സുമാർ വാങ്ങുന്ന ശമ്പളമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായും. ഈ ഭൂമിയിൽ ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ഒരേ ഒരു വിഭാഗം അത് നേഴ്സുമാരെ ഉള്ളതറിയാമോ? മാത്രമല്ല ഈ ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർക്ക് ഭീമമായ ശമ്പളം. നല്ല ഡോക്ടർമാരുണ്ട്, ചീത്ത ഡോക്ടർമാരുണ്ട്. പക്ഷേ ഉദാഹരണത്തിന് ഒരു ഗർഭിണിയായ സ്ത്രീയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും, അല്ലെങ്കിലും ഇനിമയൊക്കെ ചെയ്താണ് പ്രസവത്തിനൊക്കെ കയറ്റുന്നത്, നേരത്തെ അഡ്മിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ മലവും മൂത്രവും എല്ലാം ക്ലീൻ ചെയ്ത് നോക്കുക, ഒരു അറപ്പും ഇല്ലാതെ. ആരെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചറിയാം, കിടന്നു പോകുന്ന ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ അവരുടെയൊക്കെ മലവും മൂത്രമൊക്കെ പലരും കോരുന്ന എന്ത് അറപ്പോടുകൂടിയാണ്. അവിടെ നിങ്ങൾ കൊണ്ട് ഹോം നേഴ്സുമാരെ വെക്കും, പണമുള്ളവർ. പണമില്ലാത്തവരും അറപ്പും വെറുപ്പോടു കൂടിയാണ് നോക്കുന്നത്. ഇവരിന്ന് വരെ ഒരു നേഴ്സുമാർ അറപ്പോ വെറുപ്പോടു കൂടി അങ്ങനെയുള്ളൊരു സ്ത്രീകളെയോ പുരുഷന്മാരെയോ ഒന്നും നോക്കിയിട്ടില്ല. ഡോക്ടർമാരെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തേച്ച് പോകും, മാനേജ്മെൻറ്റ് പൈസ വാങ്ങും. ഇവർക്ക് ശമ്പളം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ 6500 രൂപയ്ക്ക് വരെ ഇപ്പോഴും ജോലി ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അവർ എത്ര എണ്ണം മുടക്കിയാണ് പഠിക്കുന്നതെന്നറിയാമോ? അത് 10,000 35,000 ഗവൺമെൻറ് നഴ്സുമാരായുള്ളവർ. അവർക്കതിന് ശേഷം എന്തൊക്കെ പേപ്പർ വർക്കുകളുണ്ടെന്നറിയോ? എല്ലാം അവരുടെ കുറ്റമാകും. ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ സമയത്ത് നഴ്സുമാരോട് ചൂടാകുന്ന ദേഷ്യപ്പെടുന്ന കുറേ രോഗികളെ കണ്ടിട്ടുണ്ട്. അവരെന്ത് പിഴച്ചു, അവർക്ക് തിരിച്ച് മിണ്ടാനൊക്കെ ഇല്ല. അവരെ മാറ്റി നിർത്തും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് ഒരു കൈക്കൂലി, അവർക്ക് ആ നിശ്ചയ ശമ്പളമല്ലാതെ ഒന്നും അവർക്ക് കിട്ടില്ല. പിന്നെ അവരുടെ സംഘടനകൾ പലതിനും പിരിവിന് കൊടുക്കണം. അതുപോലെ തന്നെ ഈ നഴ്സുമാർ വരുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലെ മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, അതുപോലെ തന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തേച്ച് അവർ ഡ്യൂട്ടിക്ക് വരികയാണ്. അവരും വരേണ്ട ഏകദേശം 9 മണിക്ക് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവർ 5 മണിക്ക് എണീറ്റ് ആ പ്രവർത്തികൾ, തുണി ഇളക്കുന്ന പോലും ആരും സഹായിക്കാറില്ല. ഇന്നത്തെ തലമുറ മക്കൾ പോലും അവരെന്ത് ചെയ്യും? അവർ എല്ലാ കാര്യങ്ങളും ചെയ്തേച്ച് വരുന്നു. ഇവിടെ ഓവർ സ്ട്രെയിന്. ഒരു നിമിഷം ഒരു നേഴ്സിൻ്റെ കണ്ണടഞ്ഞാൽ, ഒരു ഉറക്കം തൂങ്ങിയാൽ എല്ലാം താറുമാറാവും. മാത്രമല്ല, ഈ ഇടയ്ക്കൊരു ഡോക്ടർ പറഞ്ഞു, 5-6 കൊല്ലം മുമ്പോ എത്ര കൊല്ലം മുമ്പോ ഒരു കത്രികകത്ത് പോയത് അത് അവിടെ നഴ്സുമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്ന്. എന്ത് നഴ്സുമാരുടെ ശ്രദ്ധക്കുറവുണ്ട്? അവർ ഇത്ര സാധനം ഉണ്ടെന്ന് ഇത്ര സാധനം ഉണ്ടെന്ന് തിരിച്ചെടുത്ത് ശ്രദ്ധിക്കാൻ പോലും ഡോക്ടർമാർ അവർ കൊണ്ട് തല വെച്ചത് നഴ്സുമാരുടെ തലയിലാണ് വെച്ചത്. അവർ മനുഷ്യരാണ്. അവരത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് അവർ 5 മണിക്ക് 6 മണിക്കോ ഡ്യൂട്ടി കഴിഞ്ഞ് വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 7 മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത്. എന്നിട്ട് ഇവർ പോയിട്ട് വീട്ടിൽ ചെന്ന് വീണ്ടും ജോലികളുടെ ബാക്കി തീർക്കണം, കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുക്കണം. അതുപോലെ തന്നെ ഗൾഫിൽ പോകുന്ന നഴ്സുമാർ എത്ര കഷ്ടപ്പെട്ടാണ്. ഈ കൃത്യമായ ശമ്പളം എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഭർത്താവും അമ്മായിയമ്മയും അവരോട് ഗൾഫിലാണെന്നും പറഞ്ഞുകൊണ്ട് പൈസ കടം ചോദിക്കുകയും സ്വന്തക്കാരും എല്ലാം ഉണ്ടായിട്ട് കൊടുത്തില്ല എന്നും പറഞ്ഞ് അവർക്ക് ചിലപ്പോൾ 1 ലക്ഷം കാണും, 2 ലക്ഷം കാണും, അങ്ങനെയൊക്കെ കാണും. പക്ഷെ അവരത് ഉറും ഭരിക്കുന്ന പോലെ അവരോട് നല്ല ഭക്ഷണം കഴിക്കാതെയാണ് അവരിതൊക്കെ വീടിന് വേണ്ടി ഒരു വീടും സ്ഥലമൊക്കെ മേടിച്ചത്. ഇതൊക്കെ പെൻഷൻ പറ്റുമോ പ്രായമാകുമ്പോൾ തിരിച്ചു വരുമ്പം അവരുടെ ജീവിതം നരകമില്ലാവും.
പല നഴ്സുമാരും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭർത്താക്കന്മാർ വേറെ ഈ ഫേസ്ബുക്കും അങ്ങനെയൊക്കെ ഇൻസ്റ്റയൊക്കെ വഴി ഇവർ വേറെ പ്രേമവും കാര്യങ്ങളും അവളുടെ പൈസ കൊണ്ട് ഇതിലൊക്കെ സൂക്ഷിച്ച് കിടക്കുന്നവന്മാരും ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ബന്ധത്തിലൊരു പെങ്ങളുടെ മകള്, അവൾക്ക് ആകെ അവളെങ്ങാണ്ട് 40 കിലോയേ ഉള്ളൂ. അവൾ പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഈ സുഖചികിത്സയ്ക്ക് അവർ ലക്ഷങ്ങൾ മുടക്കി ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവും. അതും 10-30 ദിവസം. കാരണം സുന്ദരികളായ നഴ്സുമാരുടെ സാമീപ്യം സന്തോഷം ഉണ്ടാക്കും ഈ രോഗികളാണെങ്കിലും റെസ്റ്റ് എടുക്കുന്നവർക്കാണേലും. അതുകൊണ്ട് ഇവരൊന്ന് ചുമ്മാ അഡ്മിറ്റാവും. ഗൾഫ് രാഷ്ട്രങ്ങളിലും യൂറോപ്പിലും ഒക്കെ അമേരിക്കയിലൊക്കെ നടക്കുന്നതാണ് അതൊക്കെ. അപ്പം ഈ 40 വയസ്സുള്ള കൊച്ച് ഈ 10-100 കിലോ ഉള്ള അറബികളെ ചുമന്നുകൊണ്ട് പോകണം ബാത്റൂമിൽ. അതൊക്കെ സ്റ്റീം ബാത്ത് അങ്ങനെ മറ്റു ബാത്ത് എല്ലാ ബാത്തും ഉണ്ട്. പക്ഷേ ഒന്നും അവർ വെളിയിൽ മിണ്ടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും ഇവരോട് മോശമായി ഇടപെടുന്ന സ്ത്രീ പേഷ്യൻസും പുരുഷ പേഷ്യൻസും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ബഹുമാനിക്കേണ്ട ആരെയാണ്? നമ്മൾ സത്യത്തിൽ ഈ ഡോക്ടർമാർ വന്നെല്ലാം അവർ പഠിക്കുന്ന ഇപ്പോഴത്തെ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണ് ഇപ്പോഴത്തെ BSc നഴ്സിംഗ്. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് BSc നഴ്സിംഗ് ആർക്കും നേടാമായിരുന്നു. ഇപ്പോൾ അവർ സൈക്യാട്രി ഹോസ്പിറ്റലിൽ വരെ പോയി അവർ ട്രെയിൻ ചെയ്യണം. BSc നഴ്സുമാർ അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? അവർക്ക് ഗൾഫിലൊക്കെ പോയാൽ അവരുടെ താമസവും ഭക്ഷണം എന്തൊക്കെ ചിലവുകളാണെന്നറിയോ? ഓരോ കാര്യത്തിനും നീ ഗൾഫിലല്ലേ അയച്ചാന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ആരെയും കുറ്റം പറയുന്നതിലൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഈ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് നിരന്തരം ഇടപെടുന്ന നഴ്സുമാരാണ്. അവർ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറക്കം തൂങ്ങാതിരിക്കും. 50 പേരോ 30 പേരോ അങ്ങനെ കിടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായി ഒരു ഓക്സിജൻ മാസ്ക് മാറിപ്പോയിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ആരാണ്? ഡോക്ടർമാർ വരുമ്പോൾ ആരും ഡോക്ടർമാരോട് ചൂടാകില്ല. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അടിയും കിട്ടും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എല്ലാവരും എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആരും മിണ്ടുകയില്ല. കാരണം അവിടുത്തെ സെക്യൂരിറ്റികൾ അപ്പാടം കാണും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റിയിൽ ഒന്നുമില്ല. ഈ നഴ്സുമാർ ഞാൻ സത്യത്തിൽ ഉള്ളത് പറയാമല്ലോ. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വർഷം മുമ്പ് ഒരിക്കലും ഒരു നഴ്സിനെ വിവാഹം കഴിക്കില്ല എന്ന്. കാരണം എനിക്ക് നഴ്സുമാരോട് അത്രയ്ക്ക് ബഹുമാനമാണ്, ആരാധനയാണ്. ഞാനവരെ ദൈവങ്ങളെ മാലാഖ പോലെയാണ് കരുതുന്നത്. എനിക്കൊരു നഴ്സുമായിട്ട് ആ ബഹുമാനം ആരാധനയുള്ളിടത്ത് എനിക്കൊരു ദാമ്പത്യം, അതായത് ഒരു മറ്റ് ആക്ടിവിറ്റീസിൽ പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ അത്ര ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. അവരുടെ ഈ സമരങ്ങളൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും കോടികൾ കള്ളം പറഞ്ഞും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഈ വാങ്ങുന്ന പൈസയിൽ ഒരിച്ചിരിയെങ്കിലും കൂടുതൽ അവർക്ക് കൊടുത്താലെന്താ? അവർക്ക് കൊടുത്താൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അത് ഇപ്പോൾ കന്യാസ്ത്രീകളിലായിക്കോട്ടെ, ഹിന്ദുക്കളിലായിക്കോട്ടെ, മുസ്ലിംസിലായിക്കോട്ടെ, എന്താണേലും വലിയ ത്യാഗം അത് ഇതും രോഗികളെ ശരിക്കും ചൂഷണം ചെയ്യാണ്. അപ്പം നമുക്കറിയാം, ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആദ്യം ഒരു കുഞ്ഞു ഹോസ്പിറ്റലിൽ അവിടെ ചെന്നാൽ അവർ 2000 രൂപ പിടുങ്ങും. എന്നിട്ട് അതിനൊക്കെ ഇച്ചിരി അവരുടെ തന്നെ ലിങ്കാണ് വേറൊരു ഹോസ്പിറ്റലിൽ, അവിടെ ഒരു 10000 രൂപ പിടുങ്ങും. എന്നിട്ട് അവർ കോട്ടയത്തേക്ക് വിടും, അവിടെ ഒരു ഇത്ര രൂപ പിടുങ്ങും. അല്ലെങ്കിൽ ഇവിടെ കട്ടപ്പനയിലേക്ക് വിടും, അവിടെ കുറേ അങ്ങ് പിടുങ്ങും. എന്നിട്ട് അത് കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് വിടും. ഇവരെല്ലാം ഒരു സെറ്റപ്പാണ് ഇവർ. അങ്ങനെയൊക്കെയാണ് ചികിത്സ നടക്കുന്നത്. ഈ രോഗം വന്നാൽ പൈസ കടം മേടിച്ച് അവിടെ മേടിച്ച് ഒരു ഫോൺ ചെയ്യുന്നതൊക്കെ വിളിക്കും. എൻ്റെ കൊച്ചിന് അസുഖം, എൻ്റെ ഭാര്യയ്ക്ക് അസുഖം, എൻ്റെ അവർക്ക് അസുഖം, അച്ഛൻ അസുഖം എന്നൊക്കെ പറഞ്ഞ്, അമ്മയ്ക്ക് അസുഖം എന്നൊക്കെ പറഞ്ഞ് തെണ്ടി കൊണ്ടുവരും ഈ കാശ്. ഈ കാശ് മൊത്തം വിടുങ്ങും. അവർ വരുമ്പോഴേ ആ സെറ്റപ്പ് മനസ്സിലാക്കും ഇവർ. അതിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് നഴ്സുമാർക്ക് കൊടുത്താൽ എന്താ? അവരും എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ 40,000 കൊടുത്താൽ അതൊരു 40,000 രൂപ എന്ന് പറഞ്ഞാൽ 1250 രൂപ വെച്ച് ഒരു ദിവസമേ ഉള്ളൂ. ഈ ഒരു ഡോക്ടറുടെ എത്രയാണ്? അവിടുത്തെ ചുമ്മാ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ സെക്യൂരിറ്റിക്കുണ്ട് 20,000 രൂപ ശമ്പളം, സെക്യൂരിറ്റി ഗാർഡിനുണ്ട് 20,000 രൂപ ശമ്പളം. ഒരു നേഴ്സിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ട എത്ര രൂപ മുടക്കിയാണ് ഇപ്പോൾ നഴ്സുമാരായിട്ട്. അതുകൊണ്ട് പലരും നഴ്സുമാരെ കിട്ടാനില്ല. ഇന്ത്യയിലെ 40% ഡോക്ടർമാർ ഇന്ത്യയിൽ ഇല്ല, ആവശ്യമുള്ളതിൻ്റെ അത്രയും. അതുപോലെ തന്നെ ശരിക്കും നഴ്സിങ്ങിന് ആളുകളെ കിട്ടാനില്ല. നഴ്സിങ് പഠിക്കാൻ തയ്യാറല്ല. കാരണം ഈ കഷ്ടപ്പാട് ഓർത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാലത്ത് ഒരു കാലത്ത് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ എന്തോ ഒരു ഇൻറ്റേർണൽ എക്സാം പോലെ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ ഡോക്ടർമാർ ഈ നഴ്സുമാരെ ചൂഷണം ചെയ്യുമായിരുന്നു ഒരു കാലത്ത്.
പലതരത്തിലും. കാരണം എന്നാലേ കൊടുക്കുകയുള്ളത്. കാരണം അവരുടെ ചീഫ്. ഇപ്പോൾ അതൊന്നും നടക്കില്ല. ഇപ്പോൾ അവർക്ക് സംഘടനയൊക്കെ ഉള്ളതുകൊണ്ട്. മാത്രമല്ല ഒരു ഡോക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ അവസ്ഥ അത് എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ പഠിച്ചവർ പല ഡോക്ടർമാരും നൈറ്റ് ഡ്യൂട്ടി പകൽ ഡ്യൂട്ടി അവരൊക്കെ പക്ഷെ അവരുടെ ജോലിക്ക് അവരുടെ ജീവിതം അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പലരും മിണ്ടാതിരിക്കും. എന്നാലും അവർ പിടിച്ചിരിക്കുന്നു. കാരണം അതിലൊന്നും 99% നഴ്സുമാർ ഒന്നിനും വിധേയമാകില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അതിനകത്തും ഗ്രേഡ് കൂടിയും കുറഞ്ഞും നഴ്സുമാരുണ്ട്. അത് അവർ സൗന്ദര്യം പോലും നോക്കിയാണ് ഓരോ ഹോസ്പിറ്റലിൽ ജോലിക്ക് എടുക്കുന്നത്. ഓരോ രാജ്യങ്ങളും ജോലിക്ക് എടുക്കുന്നത്. സുന്ദരികളായവരെ എടുക്കും. ഇച്ചിരി വൈരൂപ്യമുള്ളവരെ ജോലിക്ക് കിട്ടില്ല. അവർ പഠിക്കും, പക്ഷേ അവരെ എടുക്കില്ല. കാരണം അതിന് പോലും സൗന്ദര്യവും കാസ്റ്റും ഒക്കെ ബേസ്ഡാണ്. അപ്പം ഈ നഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖമാർ തന്നെയാണ് അവരെവിടെയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു അതൊക്കെ തരണം ചെയ്താണ് അത് പല രീതിയിലുള്ള ചൂഷണങ്ങൾ. പക്ഷേ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അതെല്ലാം തരണം ചെയ്ത് ഇവർ എന്തോരം പിടിച്ചിരിക്കുന്നറിയോ. അവരൊക്കെ എവിടെ പോയാലും അവരവരുടെ ജീവിതവും കുഞ്ഞുങ്ങളെന്നും പറഞ്ഞ് പല നഴ്സുമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത പലപ്പോഴും, മക്കളെക്കുറിച്ച്. പിന്നെ ഉള്ളത് ഈ വരുന്ന അവരാ മക്കളെപ്പോലും മറന്നു പോകും. ഒരു പേഷ്യൻ്റ് സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറോടൊപ്പം തന്നെ അവരെ ഉന്തിക്കൊണ്ട് പോകുന്നതും സ്ട്രെച്ചറെ കൊണ്ടുപോകുന്നതും അതും ഇതും അവരോട് നോട്ടം കണ്ടിട്ടുണ്ടോ. അവരാണ് ഇത് മരുന്നെന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നത്. അവരാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ഒരു നഴ്സാണ് കുളിപ്പിച്ച് മലമൂത്രത്തോടു കൂടിയാണ് വരുന്നത്. ആ കുഞ്ഞിനെ കുളിപ്പിച്ചെടുത്ത് പുറത്ത് തട്ടി ശ്വാസം എടുപ്പിച്ചേച്ച് കൊണ്ടുവന്ന് ഈ അപ്പൻ്റെ അമ്മയുടെ കൈ കൊടുക്കുന്ന നഴ്സുമാരാണ്, അത് ഡോക്ടർമാരല്ല. അപ്പോൾ അവർക്ക് ആ കുഞ്ഞുങ്ങളിലുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഇറങ്ങി വന്നേച്ച് കുട്ടി പെണ്ണാ കേട്ടോ എന്നത് ചിരിച്ചോണ്ടാണെന്നറിയോ അവർ പറയുന്നത്. കുഞ്ഞ് പെണ്ണാണ് കേട്ടോ അല്ലെങ്കിൽ ആണാണ് കേട്ടോ. ആ നഴ്സുമാരുടെ മുഖം കണ്ടിട്ടുണ്ടോ? കാരണം അവർക്കൊരു കുഞ്ഞ് ജനിച്ച പോലെയാണ്. അതൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഒരു മാറ്റം വരും, ഉറപ്പാണ്. അവർ സമരം ചെയ്യാറില്ല, അറിയാവോ. അവർ സമരം ചെയ്താലും ഒരു ഹോസ്പിറ്റലിൽ നശിച്ചു പോകുന്ന രീതി അവർ സമരം പോലും ചെയ്യുക. കാരണം അവരുടെ ചിന്ത മൊത്തം അവിടെ ഒരു പേഷ്യൻ്റ് കിടപ്പുണ്ട്, അതിന് മരുന്ന് കൊടുക്കണം. ഞാൻ സമരം ചെയ്താൽ ആ പേഷ്യൻ്റ് മരിച്ചു പോകും, അല്ലെങ്കിൽ ആ പേഷ്യൻ്റിന് ശ്വാസം മുട്ടലുണ്ടാകും, സീരിയസ് ആകുമെന്ന് വെച്ചാൽ അവരെ മരുന്ന് കൊടുത്തേച്ചാൽ അത് പറഞ്ഞേൽപ്പിക്കും. ഞങ്ങളൊന്ന് സമരമാകട്ടോ, അതുകൊണ്ടത് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞേൽപ്പിച്ചേ പോവുള്ളൂ ആ ബൈസ്റ്റാൻഡറോട്. ഈ ബൈസ്റ്റാൻഡേഴ്സ് ദേഷ്യപ്പെടുന്ന ആരോടാ? ഇവരോട് തന്നെ. ഇത്രയൊരു കാര്യം പറയാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. വർക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സമരം നിരന്തരമായിട്ട് മൊബൈലിൽ കാണുകയാണ്. ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, ഒരു പ്രതികരണം പോലുമില്ല, ഒരു ലൈക്ക് പോലുമില്ല. ആ പാവങ്ങൾ അതൊക്കെ ദൈവങ്ങളാട്ടോ. നന്ദി, നമസ്കാരം.